எப்படி இருக்கீங்க? അപ്പോ വരദം മറന്നിട്ടില്ല അല്ലേ? எப்படி மறக்க முடியும்? എനിക്കും മറക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ അച്ഛനെ കാട്ടാനയുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ? പഴയ രവിയാ. വരദൻ അവനെ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. ഭാഗത്തേക്കിരിക്കാം. പോസ്റ്റിംഗ് കിട്ടിയപ്പോ അച്ഛൻ ജോലി ചെയ്ത അതേ സ്ഥലത്തേക്ക് വരണോന്ന് ഇവന് വാശിയാ. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അതെന്താ വരദ? അത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ ഇത്? ഇല്ല സാർ, അങ്ങനെ ഒന്നും വേണ്ട. വരദൻ നിന്ന് തപ്പിത്തടയണ്ട. ഈ സ്ഥലത്തിന്റെ ബാർകോഡ് പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കള്ളത്തടി വെട്ടുകാർ, കഞ്ചാവ് കൃഷിക്കാർ, സ്പിരിറ്റ് മാഫിയ വേറെ. വനത്തിലേക്ക് മൊത്തം 3 വഴികൾ. 2 സർക്കാരിന്റെ, 3-മത്തേത് അധോലോകത്തിന്റെ. അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ എക്സ്പ്രസ് ഹൈവേ അല്ലേ വരദ? വരദ, ഏത് കാര്യത്തിനും ആവേശം കൂടുതലാ ഇവന്. അച്ഛനെ പോലെ തന്നെ. கவலைப்படாதீங்கக்கா. சார் ஆதிகேசவன் சாரோட புள்ள. நான் என் உயிரை கொடுத்தாவது அதை காப்பாத்துறேன். ഭാവാ തങ്കച്ചി തോട്ടയിട്ട് പിടിച്ചതാ. സ്വൽപ്പം എരിവിട്ട് വെച്ചോ. ഓടി ഞാനും കാണും. മച്ചെന്തേ? രണ്ടാളും ആറ്റിന്ന് കുളി കഴിഞ്ഞ് എന്റെ ഒപ്പം പോകുന്നതാ. അവന് പൂവ് വേണോന്ന് വനത്തിലോട്ട് കേറിയിട്ടുണ്ട്. என்ன மோனே? கத்தியா? குடு 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 குடு. இந்த பூ வச்சுக்க. எவ்வளவு இருந்துகிட்டே? மச்சா. ஐயோ. ஏய். வா. എന്നടാ? ഓ, അപ്പോ മോനെ രാവിലെ കത്തിയുമായിട്ട് കീഴെ ഇരുന്നതാ മോൻ എടുത്തു കൊടുത്തത്. രക്തത്തിന്റെ മണം. ചാണക്കി വെച്ചെടുത്ത നല്ല 1-ാം തരം ഉരുപ്പടിയാണ്. அதை விடு. உங்ககிட்ட எனக்கு ஒரு முக்கியமான விஷயம் பேசணும்டா. புதிய டிஎஃப்ஓ சார்ஜ் எடுத்திருக்காரு. என்னடா முழிக்கிற? ஆதிகேசவன் சார்ல அவரோட புள்ள. டேய், நமக்கு ஜோலி தந்தா? നമുക്കല്ല, ഓനക്ക് മട്ടും. அதெல்லாம் விட்டுடு. ഞാൻ പറയുന്നത് കേൾക്ക്. அந்த டிஎஃப்ஓக்கு இந்த ஏரியாவோட ப்ளூ பிரிண்ட், மாஸ்டர் பிளான் எல்லாம் தெரியும். காட்டுல எத்தனை வழிகள் இருக்கு, என்ன நடக்குதுன்னு எல்லாம் தெரியும்டா. நீ சூழ்ச்சிக்கணும். என்னை பற்றி ஓர்க்கும்போது எனக்கு பேடி உண்டு. நீ உனக்கு தெரிஞ்ச விவரம் எல்லாத்தையும் டிஎஃப்ஓ சார்ட்ட சொல்லு. காட்டுல எந்த வழி சரக்கு வருது, எந்த வழி போகுதுன்னு. மச்சான், டேய், நீ டிபார்ட்மெண்ட் ஹெல்ப் பண்ணுடா. പറഞ്ഞ തന്തേ പോലെ തന്നെ മോനും എനക്കിട്ട് പണി തരൂ. நானுண்டு மச்சான் கூட. இங்க பார், எல்லாம் நான் சாரோட சொல்லியாச்சு. சார் நிச்சயமா நமக்கு ஹெல்ப் பண்ணும். ഞാനും അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. എല്ലാം നിർത്തി ഭാവയാമി മാതിരി ഒരു പൊണ്ണെ കെട്ടി ഉന്നെപ്പോലെ ഒരു കുടുംബം, കുഴന്തകളൊക്കെ ആയി. டேய், அததான்டா நானும் சொன்னேன். എല്ലാം ഉനക്കാக தான்டா. டேய், எனக்காக இல்லடா, நமக்காக. நமக்காக. போலாமா? போலாம் வா. സത്യം പറയാലോ ഡിഒഫോ ബ്രദറെ, അല്ല ഡിഒഫോ സാറേ, സാറിനെ പോലുള്ള ഒരാളുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. കഞ്ചാവ്, കള്ളത്തടി, സ്പിരിറ്റ്, ആനക്കൊമ്പ് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന സംഘങ്ങളായി ഇവിടത്തേത്. ചോര കണ്ട അറപ്പ് തീർന്ന നല്ല 1-ാം തരം ക്രിമിനലുകൾ. അവരോട് ആരും ഒന്നും ചോദിക്കാറില്ല. യെസ്, ഐ നോ. അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ബട്ട് ഐ വാണ്ട് ടു ട്രൈ. ഐ നീഡ് യുവർ സപ്പോർട്ട് ഫോർ ദാറ്റ്. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. ഷുവർ. സാറിനെ കർത്താവ് അനുഗ്രഹിക്കും. வணக்கம் சார். தெரியுமா சார், சஞ்சயனா? ஓ, எல்லாம் வரதனோட சொல்லியாச்சு. உண்மை எல்லாம் எனக்கு தெரியும். எங்க இருக்குதா ஒவ்வொரு கேங்கு, ஒவ்வொரு ரூட்டு எல்லாம் மேட்ரு வந்து ரொம்ப டேஞ்சர் சார். എന്നോട് ഉയിരിക്കേ ആപത്ത്. എന്നാലും വരദം പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. ഞാൻ ഉണ്ട് സാറിന്റെ കൂടെ. ഒന്നും പേടിക്കണ്ട. വരദനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനുള്ളപ്പോ സഞ്ജയൻ ഒന്നും സംഭവിക്കില്ല.
DFO രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ തെന്മല വനത്തിലുണ്ടായ റെയ്ഡിൽ ആയിരക്കണക്കിന് ലിറ്റർ സ്പിരിറ്റും കിലോ കണക്കിന് കഞ്ചാവും പിടിച്ചെടുത്തു. കാളക്കൊമ്പുകളിലും കന്നുകാലി വണ്ടികളിലുമായാണ് സ്പിരിറ്റും കഞ്ചാവും അതിർത്തി കടത്തിക്കൊണ്ടിരുന്നത്. റെയ്ഡ് തുടരും. എന്നടാ ഒരു മുഖ്യമായ മാറ്റർ പാടാ. പോയിട്ട് വരാം. ഡേയ്, നാളെ കോട്ടവാസൽ റോഡ് മല വഴി ഒരു ലോഡ് വരുന്നുണ്ട്. നീ ഇപ്പൊ തന്നെ പോയി DFO സാറെ பார்த்து இந்த விஷயம் சொல்லணும். டேய், நாம் வந்து அந்த மரக்கூட்டம் பக்கத்து காணும். DFO കാണാൻ ഞാൻ നേരിട്ട് പോയാ അവന്മാർ മണത്തറിയും. ഡേയ്, ശീഘ്രം. ശരി. അവനിവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച റെയ്ഡെന്നും പറഞ്ഞ് ഇക്കണ്ട കാടും മലയൊക്കെ കയറിയിറങ്ങി നടക്കുമായിരുന്നു. കൊടുക്കാം. ദേ, അശോകേട്ടൻ നിന്നോട് എന്താ സംസാരിക്കണമെന്ന്. സാർ, അശോകേട്ടാ. എന്താ വരുതാ ഈ നേരത്ത്? സാറിനെ കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. രവി, ദാ വരദം വന്നിരിക്കുന്നു. ചേട്ടാ, ഒരു മിനിറ്റ്. ചേച്ചി പുറത്തേക്ക് വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, ഷോ. ആ, വരദനോ? എന്ത് പറ്റി വരദ? സാർ, ഒരു നിമിഷം പുറത്തേക്ക്. എന്നാ സാർ? വരദൻ ഇവിടെ ഇറങ്ങി. സഞ്ജയനെ ഞാൻ കണ്ടോളാം. ഓ, നാളെ രാവിലെ 7 മണിക്ക് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ പോയിട്ട് ഓക്കെ സാർ. ഗാർഡുകളുമായിട്ട് അവിടെ വരണം. ഓക്കെ, ഓക്കെ. നാളത്തെ ഓപ്പറേഷനെ കുറിച്ച് നമ്മുടെ ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി. തൽക്കാലം പോലീസ് അറിയണ്ട. സാർ, നാനും കൂടി. റിലാക്സ്, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ സാർ. സഞ്ജയ, എന്നാ സാർ നിനച്ചേ? ഇൻഫർമേഷൻ തരാൻ വിളിച്ചാണെന്നോ? എന്താ ലൂസ് വരദനും അപ്പോഴത്താന്ന് നിനച്ചേ? അതൊന്നുമില്ല. കൊല്ലാൻ പോവാ നിന്നെ. കൊല പண்றது ரொம்ப கஷ்டம். ஆனா எப்படி கொல்லாது இருக்கும்? மச்சா,
என்ன சார்? വരദ, DFO രവിചന്ദ്ര സാർ കൊല്ലപ്പെട്ടു. ബോഡിയുടെ അടുത്ത് നിന്ന് മണം പിടിച്ച പോലീസ് നായ നേരെ വന്നത് ഇങ്ങോട്ടാണ്. ഇന്നലെ രാത്രി രവിചന്ദ്ര സാറിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയത് നീയാണെന്ന് സാറിന്റെ സിസ്റ്റർ സുഭദ്രയുടെ മൊഴിയുണ്ട്. சார் 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 எனக்கு எதுவுமே தெரியாது சார். ഉയിര് കൊടുത്ത് കാത്തോളാന്ന് പറഞ്ഞിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി ഉയിരെടുത്തല്ലോടാ നീ. நான் இல்லக்கா. ഛീ! പോ! എ വരദരാജൻ, ക്രൈം നമ്പർ 66, സെൽ നമ്പർ 112. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൻ എങ്ങനെ ചത്തു, എന്തുകൊണ്ട് ചത്തു, ചാവിന് പിന്നിലെ സംഗതി പഴമാണോ തൊലിയാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പലരും വരും. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞാ വാട്ട് ഹാപ്പൻ? എന്തോ ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്ന്? അതോ ഒരു കൊതുകുത്തിയതാ. അല്ല, നമ്മൾ ആരാണോ ഇതൊക്കെ ചോദിക്കാൻ? പത്രവോ അതോ ചാനലോ? ഞാന് വെൽഫെയർ ഓഫീസറാണ്. പേര് റീറ്റ മാമൻ. സോറി മാഡം, സൂയിസൈഡാ. പരോള് കിട്ടില്ലെന്ന്. നമ്മൾ കാരണമാണോ ഈ നാർക്കൊക്കെ? പ്ലീസ് കോശി സർ, വെരി ബാഡ്. ഇത്തരം ഓട ഭാഷ യൂസ് ചെയ്യരുത്. ഈ ജയിലിലെ വെൽഫെയർ ഓഫീസറായിട്ട് ഞാൻ ചാർജ് എടുക്കാൻ വന്നതാ. മിസ്റ്റർ കുറുപ്പെന്നാ പേര് മാഡം. കുറുപ്പേട്ട, വല്ലാത്തൊരു ദിവസമായിപ്പോ എന്റെ വരവ്. സൂയിസൈഡ് ചെയ്ത തടവുകാരന്റെ പേരെന്താണ്? നാരായണനാ, തൃപ്രയാറുകാരനാ. ആഹാ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. ശരി മാഡം. നൗ ഓഫീസേഴ്സ്, യു മേ പ്രൊസീഡ്. ചോക്കളിങ്കിട്ടിന്റെ ചായകട ഇന്നും തുറന്നില്ല. പകല് മുഴുവൻ പട്ടിണിയായിരുന്നു. അതാ ഇങ്ങോട്ട് പോകുന്നത്. വെച്ച് വിളമ്പി തരാൻ എനിക്കാരാ? എന്നാ ബാവാ, വന്ന് ഉക്കാറ് ബാവാ, സാപ്പിട്. വരദനെ പറ്റിയാണ് ആലോചിക്കുന്നേ? എന്നാ ബാവാ ഇത്? ഏയില് നല്ല സാപ്പാട് കിടക്കും, എനക്ക് തരും. ചോറ്, ചപ്പാത്തി, ചിക്കൻ, മട്ടൺ, കൊഞ്ച സാമ്പാർ. വണ്ടിപ്പേട്ടയില് സെൽവരാജനോട് ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. കല്യാണോ? എന്ന ബാവ, ഒന്നും അറിയാത്തവളെ പോലെ. വരദനും ഞാനും ഒരേ മനസ്സും ഒരേ ഉயிருമായി ജീവിച്ചവരാ. ഇപ്പോ വരദനില്ല, അതുകൊണ്ട് തന്നെ ചാൻസ് എന്റേതാ. നീ എന്റെ കൂടെ പോരടി. നിനക്ക് എന്താ വേണ്ടത്? സാരി, പൊട്ട്, കിട്ട്, സ്വർണം എല്ലാം വാങ്ങിത്തരാം. നോക്കടി, നോക്ക്, കാശ് നിറയെ. പിന്നെ കുട്ടി, അതൊരു പ്രശ്നമല്ല. മസാല ദോശയുടെ കൂടെ ഒരു വട. അതവിടെ കിടക്കട്ടെ.
வயிற்றுக்குள்ள ரோமத்தில சோறு സാമ്പാർ. സഞ്ജയൻ ആരാന്ന് നിനക്ക് தெரியாது. നീ എന്റെ കൂടെ തന്നെ കിടക്കും. നോക്കോ. എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കറിയില്ല. എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ ദയയിൽ കഴിയാന്ന് എനിക്കറിയില്ല. അഴാതെ ബാവ, ബാവ അഴാതെ. எதுக்கு கடவுள் நம்மோட இந்த மாதிரி? கண்ணா பாரு, அப்பாவை பாரு, பாரு. அவனோட உடுப்பு எனக்கு தாபாவா. அது என்னோட பக்கத்தில் இருக்கும் போல் அவ என் கூட இருக்கும் போல. உடுப்பு கொடுக்கணும். എന്താ ഇത് മാഡം? மேடம், இது என் குழந்தையோட உடுப்பு. தயவு செஞ்சு. ഇറ്റ്സ് ഓക്കേ. ഇനി ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ചത്തെന്നോർത്തോണം. എന്റെ മരണം എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതാ കുഞ്ഞിനെ ഞാൻ ഒപ്പം കൂട്ടില്ല, ഉറപ്പ്. ഒന്നുകൂടി, ചാവ് മുമ്പ് ഒരാളെ ഞാൻ കൊല്ലും. ആ നായെ, നിങ്ങളുടെ കൂട്ടുകാരനെ. അല്ല, മാഡം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് ഒറ്റയ്ക്ക്. ഈ സെല്ലിന്റെ അടുത്തേക്ക് ആരും വരാറില്ല. ഇതിനകത്ത് പ്രേതം ഉണ്ടെന്നാ പറയുന്നത്. പ്രേതോ? ഓ, അതൊരു പഴയ കഥ. 10-17 കൊല്ലം മുമ്പ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തഹശീൽദാര അവസാനമായിട്ട് ഈ സെല്ലിൽ കിടന്നു. അതും ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം. ആരോ കുടിക്കതാ. ശിക്ഷ മേൽക്കോടതിയും ശരിവെച്ചു. സെല്ലിനകത്ത് തല തല്ലി ആ പാവം. അല്ല, അറ്റാക്കാണെന്നും കേട്ടു. അയ്യോ, അദ്ദേഹത്തിന്റെ പേര് സക്രിയ മാത്യു മാമൻ. അത് മാഡത്തിന് എങ്ങനെ അറിയാം? എന്റെ പപ്പയാണ്. ജയിലിനുള്ളിൽ നീതി കിട്ടാതെ മരിച്ച എന്റെ പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. സത്യസന്ധനായ എന്റെ പപ്പ സക്രിയ മാത്യു മാമന്റെ വഴി. അവന്റെ കുഞ്ഞിന്റെ ഉടുപ്പും കെട്ടിപ്പിടിച്ചോണ്ടാ കിടക്കുന്നത്. ഒരു കുഞ്ഞുടുപ്പല്ലേ, അതാ ഞാൻ സമ്മതിച്ചത്. നിയമം അനുവദിക്കുന്നില്ലെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ കുറിപ്പേട്ട? അതെ മാഡം. കുഞ്ഞു കരയുന്ന കേൾക്കുന്നില്ലേ? അന്ന് സന്ധ്യയ്ക്ക് കൂടി ഞാൻ ചെന്ന് കണ്ടതാ ഭാവയാമിയെ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുതെന്നും പറഞ്ഞതാ. പക്ഷേ ഇതിനെല്ലാത്തിനും കാരണം അവനാ, ആ ചെകുത്താൻ സഞ്ജയൻ. ഭാവയാമി മരിച്ച അന്ന് രാത്രി സഞ്ജയൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ട്. ആരും പുറമേ ഒന്നും പറയില്ല. എല്ലാവർക്കും പേടിയാവനെ. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിലുണ്ട്. നിനക്കറിയാലോ വരദ, പവിഴത്തിന്റെ സ്വഭാവം. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. എന്റെ കുഞ്ഞിനെ ഒട്ടും നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്നെ അറിയിക്കണം. വിട്ട് കളയരുത് വരദ.